നമസ്കാരം. അല്ലു ഫാമിലി അമ്മയും മക്കളും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കരിയില കമ്പോസ്റ്റ് വളരെ എളുപ്പത്തിൽ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമ്മുടെ പറമ്പിലെ കരിയിലകളാണ്. നമ്മുടെ പറമ്പിലേക്ക് ഇതേപോലെ വീണ് കിടക്കുന്ന ഉണങ്ങിയ കരിയിലകളാണ് നമ്മൾ കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഉണങ്ങിയ ഏത് ഇനം കരിയിലകളും നമുക്ക് കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് ഇന്ന ഇല എന്നതൊന്നുമില്ല, ഏത് ഉണങ്ങിയ കരിയിലയും നമുക്ക് കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് എൻ്റെ വീട്ടിൻ്റെ തൊട്ട് പിറകിലുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രത്തിനോട് ചേർന്നാണ് വസ്തു കിടക്കുന്നത്. അപ്പോൾ അതിന്റെ സൈഡിൽ നിന്നാണ് ഞാൻ ഈ കരിയിലകളൊക്കെ വാരി എടുക്കാനായിട്ട് പോകുന്നത്. ഇതേപോലെ നമുക്കൊരു തോണ്ടി വെച്ച് ഇതേപോലെ കരിയിലകളെല്ലാം നീക്കി കൂട്ടാം. ഒരുപാട് വേണം, കുറച്ചൊന്നും പോരാ കരിയില. നമ്മൾ നല്ലതുപോലെ കുത്തി നിറച്ച് ഒരു ചാക്ക് കരിയില എടുക്കുകയാണെങ്കിൽ നമുക്ക് കഷ്ടിച്ച് ഒരു കുട്ട കമ്പോസ്റ്റ് പോലും കിട്ടത്തില്ല. അപ്പോൾ അത്രയും നമ്മൾ ഒരുപാട് കരിയില ഇത് കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ കൂട്ടി എടുക്കേണ്ടതാണ്. ഇപ്പൊ ഞാൻ ഇത് ഏകദേശം ഒരു 2 ചാക്കില് ആയിട്ടാണ് ഞാൻ ഈ ഒരു കരിയില നിറയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 ചാക്കെന്ന് പറയുമ്പോൾ നല്ലതുപോലെ നിറയ്ക്കണം. 2 ചാക്ക് നല്ലതുപോലെ കുത്തി നിറയ്ക്കുമ്പോൾ നമുക്ക് ഒരു കുട്ട കമ്പോസ്റ്റ് ആണ് കിട്ടുന്നത്. അത്ര മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഇപ്പൊ ഞാൻ ഈ ഒരു 2 സ്ഥലത്തായിട്ട് കരിയിലകളെല്ലാം നന്നായിട്ട് വലിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ടുണ്ട്. ഇത് ഞാനല്ല, ഞാൻ 2 ഭാഗത്തായിട്ട് വലിച്ചു കൂട്ടി വെച്ചിട്ട് കുറച്ചൊന്ന് വെള്ളം കുടിക്കാനായിട്ട് പോയ സമയം കൊണ്ട് എൻ്റെ മോൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് തീ ഇടാനുള്ള പുറപ്പാടായിരുന്നു. പെട്ടെന്ന് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു, തീ ഇട്ടില്ല. അപ്പോൾ കമ്പോസ്റ്റ് നമ്മൾ ഈ ഒരു ചാക്കിലാണ് കമ്പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കരിയില നിറയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല വലിയ ചാക്ക് നോക്കി എടുക്കണം. ഈ തവിടൊക്കെ നമ്മൾ കടാളിയിൽ വരുന്ന ചാക്കുണ്ട്, പിണ്ണാക്കും തവിടും ഒക്കെ വരുന്ന ചാക്ക്, അതാകുമ്പോൾ നല്ല വലിപ്പമുള്ള ചാക്ക് കിട്ടും. അങ്ങനെയുള്ള ചാക്കുകൾ വാങ്ങിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇതേപോലെ കരിയില നിറച്ചു കൊടുക്കാം. മൊത്തം നിറയ്ക്കരുത്, ഒരു 1/4 ഭാഗം നിറച്ചെടുക്കുക. ഇതേപോലെ 2 ചാക്കുകൾ, ഇപ്പൊ 2 എണ്ണത്തിലാണ് നിറയ്ക്കാനായിട്ട് പോകുന്നത്. അതേപോലെ 2 ചാക്കിലായിട്ട് ഒരു 1/4 ഭാഗം വീതം നിറച്ചെടുക്കുക. ഞാനിപ്പോ 1/4 ഭാഗം വീതം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തത് വേണ്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, ആദ്യം ഇതേപോലെ ഒരു ബക്കറ്റ് എടുക്കുക, പ്ലാസ്റ്റിക് ബക്കറ്റ്. അതിനകത്തേക്ക് നമുക്ക് ഇനി പച്ച ചാണകം ഇട്ട് കൊടുക്കാം. ഉണക്ക ചാണകമല്ല, നല്ല പച്ച ചാണകമാണ്. ഇത് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ശേഖരിച്ചുകൊണ്ട് വന്നതാണ്. അതേപോലെ നിങ്ങൾ നല്ല പച്ച ചാണകം തന്നെ എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം. നല്ല ഒരു പാലിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ, അതായത് കുറുകുറായിരിക്കരുത്. നമ്മൾ വെള്ളം പോലെ ഒഴിക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് നല്ലതുപോലെ അതൊന്ന് വെള്ളം ഒഴിച്ച് കലക്കി എടുക്കാം. കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ അതൊന്ന് കലക്കി എടുക്കാം. ഈ ചാണകം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പോസ്റ്റ്, അതായത് കരിയില കമ്പോസ്റ്റ് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആയി കിട്ടാനായിട്ട് ചാണകവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് സാധിക്കും. മാത്രവുമല്ല, ആ കമ്പോസ്റ്റിന് കുറച്ചുകൂടി ഒരു വളക്കൂർ ഉണ്ടാവാനും നമുക്ക് ചാണകം ഒഴിക്കുന്നത് നല്ലതാണ്. കഞ്ഞിവെള്ളം ഒഴിക്കുന്നവരും ഉണ്ട്, പുളിപ്പിച്ച കഞ്ഞിവെള്ളം പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാനായിട്ട്. നമ്മളിപ്പോൾ ഇവിടെ ചാണകമാണ് ഒഴിക്കുന്നത്, ചാണകവെള്ളം. അപ്പോൾ നമ്മുടെ ഈ ചാക്കിനെ നമ്മൾ നേരത്തെ 1/4 ഭാഗം നിറച്ചു വെച്ച ഈ ഒരു ചാക്കിനകത്തേക്ക് നമുക്ക് ഈ ഒരു ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ നമ്മളത് ചാക്കിൻ്റെ അങ്ങ് താഴെ കൂടെ പോവാൻ പറ്റാത്ത രീതിക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് അങ്ങ് തോനെയായിപ്പോയാൽ അത് ചാക്കിൽ കൂടെ ഒലിച്ച് ഇറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ ഒലിച്ചിറങ്ങി പോവാത്ത പരുവത്തിൽ നമ്മൾ 2 ചാക്കിലേക്ക് ഇതേപോലെ കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് വീതം ഒഴിച്ചു കൊടുത്താൽ മതി. 2 ചാക്കിൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വീതം.
അതിനുശേഷം നമുക്ക് ഇതേപോലെ പിന്നും കരിയില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നും ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നും കരിയില ഇടാം. പിന്നും ചാണകവെള്ളം ഒഴിക്കാം. ആ ഒരു ലെവലില് മുകൾ ഭാഗം വരെ നമുക്ക് അങ്ങനെ ഒന്ന് നിറച്ചെടുക്കാം. ഓരോ പിടി കരിയില ഇടുക പിന്നെ ചാണകം ഇടുക അങ്ങനെയല്ല. ഈ ഒരു കാൽഭാഗം വീതം, ഇപ്പൊ ഒരു കാൽഭാഗം നിറച്ച് പിന്നെ ഒരു കാൽഭാഗം, പിന്നെ അതിനുശേഷം ചാണകവെള്ളം, പിന്നെ ഒരു കാൽഭാഗം, പിന്നെ ചാണകവെള്ളം, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് അതേപോലെ ഒരു മൊത്തം മുഴുവനും ചാക്ക് ഫില്ലാവുന്നത് വരെ നമുക്ക് അതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു കരിയില കമ്പോസ്റ്റ് നമുക്ക് യാതൊരുവിധ ചിലവുകളും ഇല്ലാതെ നമ്മൾ കടകളിൽ നിന്നൊന്നും പൈസ കൊടുത്ത് ഒരു വളവും മേടിക്കേണ്ട നല്ല അടിപൊളി കമ്പോസ്റ്റ് വളമാണ് ഇത്. നമ്മള് പറമ്പിലൊക്കെ ഉള്ള കരിയിലകളൊക്കെ വാരി ഇതേപോലെ ചാക്കുകളിൽ നിറച്ചു വെച്ചാൽ നല്ല സൂപ്പർ കമ്പോസ്റ്റ് ആയിട്ട് മാറും. നമുക്ക് അതൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ മണ്ണൊരുക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു കമ്പോസ്റ്റും കൂടി ചേർത്ത് മണ്ണൊരുക്കാം. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ ചെടികളുടെ മൂട് ഇളക്കി അതിന് ചുറ്റിലും ഈ ഒരു കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ നല്ല പെട്ടെന്ന് തന്നെയുള്ള വളർച്ചയൊക്കെ ഉണ്ടാവാനായിട്ട് സാധിക്കും. നമ്മൾ നല്ല ആഗ്രഹത്തോടെ തന്നെ കുറച്ചൊന്ന് മെനക്കെടണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ പ്രധാനമായിട്ടുള്ള നമ്മൾ ചാക്ക് നിറയ്ക്കുമ്പോൾ ഇതേപോലെ കരിയില ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇറുക്കി അമുക്കി താത്തു കൊടുത്ത് വേണം നമ്മൾ നിറച്ചെടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് വാരിയിട്ട കുറച്ച് കരിയില ഇടുമ്പോൾ തന്നെ ചാക്ക് നിറഞ്ഞു വരും. അപ്പോൾ അതിനനുവദിക്കാതെ നമ്മൾ കരിയിലയിട്ട് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് അമർത്തി താത്ത് എത്രത്തോളം കരിയില നമുക്ക് അതിനകത്ത് നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കരിയില, മാക്സിമം കരിയില നമുക്ക് അതിനകത്ത് കുത്തി നിറച്ച് വേണം എടുക്കാനായിട്ട്. പിന്നെ മുകളിൽ എത്തുമ്പോൾ നമുക്ക് കെട്ടാനായിട്ട് ഇത് കെട്ടി വെക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പും കൂടി ഇട്ടേക്കുക. അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ നല്ലതുപോലെ അമർത്തി വേണം, കുത്തി നിറച്ച് വേണം ഈ ഒരു ചാക്ക് നമ്മൾ ഫില്ല് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പൊ മുകൾ ഭാഗത്ത് നമുക്ക് ഇതേപോലെ ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കാം. മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് കട്ടിയായിട്ട് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ല പച്ച ചാണകം ഒന്ന് കട്ടിയായിട്ട് ഒഴിച്ചു കൊടുത്താലും ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് നമുക്കൊന്ന് കുറച്ച് താത്തതിന് ശേഷം നമുക്ക് അതൊന്ന് കെട്ടി വെക്കാം. കുറച്ച് ദിവസം ഒന്ന് മഴ നനഞ്ഞത് കൊണ്ട് ഒന്നും ഈ ഒരു ചാക്ക് കെട്ട് മഴ നനഞ്ഞുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല. കുറച്ച് വെള്ളം കിട്ടുന്നത് നല്ലത് തന്നെയാണ്. നമ്മളിപ്പോ ഡെയിലി വെള്ളം ഒന്നും ഒഴിക്കുകയോ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഈ ചാക്ക് കെട്ട് ഇതേപോലെ എവിടെയെങ്കിലും സൂക്ഷിച്ചിരുന്നാൽ മതി. അത് അവിടെ ഇരുന്ന് അങ്ങ് കമ്പോസ്റ്റായി മാറിക്കോളും. വേണമെങ്കിൽ നമുക്ക് ഈർക്കിൽ കൊണ്ടോ കമ്പ് കൊണ്ടോ ഈ ചാക്കിന് ചുറ്റാകെ ഹോള് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഹോള് ഇട്ട് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ 2 ചാക്കുകളും കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്തേക്ക് നീക്കി വെക്കാം. ഇതേപോലെയും വെക്കാം, വേണമെങ്കിൽ ചരിച്ച് മാറ്റി വെക്കാം. നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് വെക്കാം. ഇപ്പൊ ഞാനിത് ഇങ്ങനെ വെച്ചേക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ഇതേപോലെ കരിയില കമ്പോസ്റ്റ് നിർമ്മിക്കണം. നമ്മുടെ കൃഷി നമ്മുടെ അധ്വാനമാണെന്ന് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം.